എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് വി ഗോപാൽ കൃഷ്ണൻ IPS ആണ്, ഏജുറേറ്റഡ്. സർ നമസ്കാരം. വന്ദേ മാതരം. സർ, അസീം മുനീറിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല. അസീം മുനീർ ഇന്ത്യക്കെതിരെ നടത്തുന്ന പടപ്പുറപ്പാടുകൾ അതൊക്കെ നമുക്ക് അറിയാം. അമേരിക്കയിൽ എത്തിയതിനു ശേഷം ഒരാൾക്ക് അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യയെ തകർക്കും, ആണവായുധ ശേഷിയുണ്ട്, സിന്ധു നദീജലത്തെ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ പുള്ളിക്ക് എതിർപ്പുണ്ട്, ഇന്ത്യ എങ്ങാനും ഡാം കെട്ടിയാൽ അത് തകർത്ത് കളയും, ഞങ്ങൾ ലോകത്തിന്റെ പകുതിയും തീർക്കാനുള്ള ശേഷിയും ശക്തിയും ഞങ്ങൾക്കുണ്ട്. സർ, അസീം മുനീറിന് എന്താണ് ഇത്ര അഹങ്കാരം? ഇത് എവിടുന്ന് കിട്ടുന്നു ഈ ധൈര്യം? മനുജ, ഇത് ഇയാളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഇത് 2-3 ഫോൾഡ് ആയിട്ട് പറയേണ്ടി വരും. അതിൻ്റെ ഉത്തരം 2-3 മെയിൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ദോസ് തിങ്സ് അസീം മുനീർ ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളതാണ് കറക്റ്റ്. അല്ല, അസീം മുനീർ മെഡിറ്റേറ്റ് ചെയ്ത് പെട്ടെന്ന് ഹാലിളകി പറഞ്ഞതല്ല. ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലൊരു സിമിലർ ഇൻസ്റ്റൻസ് ഇറാനിലെ മറ്റേ നമ്മുടെ കൊമേനി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന്. പിന്നെ 60s ജോൺ എഫ് കെനഡിയും ക്രൂഷ്ചേവും അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടോറിക് ഭീഷണി സ്വരത്തിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ICBM വിടുമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മൂന്നാമത്തെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയുള്ളത് ഈ അസീം മുനീറിൻ്റെയാണ്. ഈ ഇറാനിലും മറ്റേ ഇയാളുമൊക്കെ റഷ്യ, ജോൺ എഫ് കെനഡിയൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞതാണ്, പിന്നെ ICBM ഞങ്ങൾ അങ്ങോട്ടയക്കും, ക്യൂബയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ റഷ്യയുടെ ICBM മാറ്റില്ലെങ്കിൽ ഞങ്ങൾ ICBM വിടും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിലുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ഈ അസീം മുനീറിന് ഇപ്പോൾ ഇത് പറയേണ്ട യാതൊരു കാര്യമില്ല. ഇത് തമ്മിലുള്ള പ്രശ്നമില്ല, ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തതാണ്. ഒരു രാജ്യം ഇൻസ്റ്റിഗേറ്റ് ചെയ്തതാണ്, നോട്ട് രാജ്യം, ഡീപ്പ് സ്റ്റേറ്റ് ഓഫ് USA. ഇത് ട്രംപ് അറിയാതെ നടക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളെ ഈ അസീം മുനീർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഞങ്ങൾ ഹാഫ് ഓഫ് ദ വേൾഡ് ഞങ്ങൾ കൊണ്ടുപോകും, പിന്നെ ഞങ്ങളുടെ ന്യൂക്ലിയർ ഇതുണ്ട്, പിന്നെ ഇനി ഞങ്ങൾ അടുത്ത വാർ ഇന്ത്യയായിട്ട് വരുമ്പോൾ ഞങ്ങൾ വെസ്റ്റേൺ സെക്ടറിലല്ല ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ഈസ്റ്റേൺ സെക്ടർ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഒക്കെ ഉള്ളത്. നിങ്ങളുടെ മൈറ്റ് ഞങ്ങൾ തകർക്കും. പിന്നെ മുകേഷ് അംബാനിയുടെ പടം വെച്ചിട്ട് മുകേഷ് അംബാനി അയാൾക്കെതിരായിട്ടും പറഞ്ഞു, ഞാൻ നിങ്ങളെ തകർക്കും, നിങ്ങളിവിടുത്തെ വലിയൊരു ബിസിനസ്സുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സസ് അറ്റാക്ക് ചെയ്യും എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ അയാൾ പറഞ്ഞ ഇന്ത്യ ബെൻസ് കാറാണ്, പക്ഷെ ഞങ്ങൾ ചല്ലി കയറ്റി വരുന്ന ലോറിയാണ്, അപ്പോൾ അത് തമ്മിലിടിച്ചാൽ എന്താ സംഭവിക്കുമെന്ന് അറിയാമല്ലോ എന്നൊക്കെ അയാൾ പറഞ്ഞു. ഇതാണ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം. പക്ഷേ അയാൾ ഇത് പറഞ്ഞത് നമ്മുടെ ഇവിടെ മീഡിയയൊക്കെ തെറ്റായിട്ട് അവർക്ക് എങ്ങനെയോ കിട്ടിയതാണ്. അത് പിന്നെ ആക്ച്വലി അങ്ങനെ അവിടെ പോയതൊന്നും അല്ല, വിളിപ്പിച്ചതാണ്. USA വിളിപ്പിച്ചതാണ്. എങ്ങനെ 2 മാസം മുമ്പ് അവിടെ പോയേ ഉള്ളൂ, 6 ആഴ്ചക്ക് മുമ്പ് പോയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും വിളിപ്പിച്ചതാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വരട്ടാനാണ് വിളിപ്പിച്ചത് USA-ക്ക്. പക്ഷെ ഇപ്രാവശ്യം വരട്ടാനല്ല, ഇന്ത്യയെ വരട്ടാനും ഇന്ത്യക്കെതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനാണ്. അപ്പോൾ ഇയാളൊരു പ്രാന്തനും പിന്നെ മറ്റേ ഫണ്ടമെൻ്റലിസ്റ്റുമാണ്, ഇയാൾ എന്തും പറയും. അപ്പം ഇയാളെ USA-ലേക്ക് വിളിപ്പിച്ചത് അണ്ടർ ദ ഡിസ്ഗൈസ് ഓഫ്, അല്ലെ അണ്ടർ ദ പ്രിടെക്സ്റ്റ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയില്ല, അങ്ങനെ വിളിപ്പിച്ചതാണ്. അവർക്ക് ഇന്ത്യ 10 ചീത്ത പറയണം USA-ക്ക്, ട്രംപിന്. അപ്പോൾ അതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് എന്ന് പറഞ്ഞ് അവർക്കങ്ങനെ ഒരു 11 കമാൻഡ്സ് ഉണ്ട്, സെൻട്രൽ കമാൻഡ്സ് ഉണ്ട് USA-ക്ക്, വേൾഡ് മുഴുക്കെ കൺട്രോൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ അതേപോലെ 4-5 കമാൻഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ 1 ഉള്ളൂ, അതിലൊന്ന് ട്രിവാൻഡ്രമാണ്. അപ്പോൾ അതേപോലെ 11 ഉണ്ട്. ഈ 11 ഫ്ലോറിഡയിലുള്ള ഒരു സെൻട്രൽ കമാൻഡ് ഉണ്ട്. അതിൻ്റെ ഹെഡ് മൈക്കൽ കുറില്ലയുടെ
റിട്ടയർമെൻറ്റ് ഫംഗ്ഷന്. അപ്പോൾ ഈ മൈക്കൽ കുറില്ലയുടെ, അതായത് ആ ഫ്ലോറിഡ ആസ്ഥാനമായിട്ടുള്ള ആ കമാൻഡ്, USA കമാൻഡിൻ്റെ കീഴിൽ വരുന്നതാണ് പാകിസ്ഥാനും ഗൾഫും ഇറാൻ, ഈ ഏരിയയൊക്കെ. അപ്പം പാകിസ്ഥാൻ അവരുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്, അവരുമായിട്ട് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസൊക്കെ ഉണ്ടല്ലോ ഈ സെൻട്രൽ കമാൻഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഏരിയയിലുള്ള എല്ലാ മിലിറ്ററി ലീഡേഴ്സിനെയും പ്രസിഡൻറ്റിനെയും പ്രധാനമന്ത്രിമാരെയൊക്കെ അവർ വിളിക്കണ്ടേ. അപ്പോൾ അയാളുടെ സെൻഡ് ഓഫിന് 10-ാം തീയതി ഇയാളെ വിളിപ്പിച്ചാണ്. പക്ഷെ നമ്മുടെ മീഡിയയിൽ തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഫങ്ഷൻ അല്ല അയാൾ പറഞ്ഞത്. അമേരിക്ക അത്ര ഇഡിയറ്റ്സ് അല്ലല്ലോ. ആ ഫങ്ഷന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് വേറെ മാർഗമൊന്നുമില്ല, അംബാസഡർമാരെ തിരിച്ചു വിളിക്കുക, US ആയിട്ടുള്ള ഇത് കട്ട് ചെയ്യുക, അതേ ഉള്ളൂ മാർഗം. അത് ചെയ്തില്ല. അതിന് പകരം അദ്നാൻ ആസാദ് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി ബിസിനസ്മാൻ. അപ്പോൾ ഇവനൊക്കെ ഈ അമേരിക്കയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, ഡീപ് സ്റ്റേറ്റിന്. ഞാൻ ഇപ്പോൾ 100 ബില്യൺ പൈസ പാകിസ്ഥാന് കൊടുക്കുമെങ്കിൽ അതിൽ 25 ബില്യൺ തിരിച്ച് സൈഫൺ ചെയ്ത് ഇവൻ വഴിയൊക്കെയാണ് ഈ USA കിട്ടുന്നത്. ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പൈസ തിരിച്ചു പോകും. ബൈഡൻ്റെ ഭരണകാലത്തും ട്രംപിൻ്റെ ഭരണകാലത്തും. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ എപ്പോഴും ഒരു പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫെയ്ത്ത്ഫുൾ ഡോഗാണ് അവർ. അപ്പോൾ ആ അദ്നാൻ പാകിസ്ഥാനി ബിസിനസ്മാൻ്റെ പ്രൈവറ്റ് ഡിന്നറിൽ ഫ്ലോറിഡയിൽ ഇയാൾ പോയി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈവറ്റ് ഡിന്നറാണ്. അപ്പോൾ പ്രൈവറ്റ് ഡിന്നറിന് ഇസ്രയേലിൻ്റെ പേഴ്സണലും മൊസാദ് ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഡിപ്ലോമാറ്റോ ആരെങ്കിലും ആയിരിക്കും. ഇസ്രയേലിൻ്റെ ഇതും പിന്നെ വേറെ ഒരു രാജ്യത്തിൻ്റെ, ഞാൻ മറന്നുപോയി, ഇങ്ങനെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൈവറ്റ് ഡിന്നർ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഫംഗ്ഷൻ അല്ല, ഇറ്റ്സ് ബീങ് റൺ ബൈ പാകിസ്ഥാൻ എംബസി ആയിരിക്കും പ്രൈവറ്റ് ഡിന്നറിൽ, അല്ലെങ്കിൽ അവനായിരിക്കും അദ്നാൻ ആസാദ്. അപ്പോൾ അവിടെ ഇവർ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അതെനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർ ഇത് നേരത്തെ മനസ്സിലാക്കി, ഇന്ത്യക്കാർ ചെന്നവന്മാർ അറിയുമല്ലോ, അതുകൊണ്ട് വല്ല മൊസാദ് ഏജൻസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ വിട്ടതായിരിക്കും. ഇവ എന്തെങ്കിലും എന്തോ എക്സ്പ്ലോസീവായിട്ട് പറയും എന്നുള്ളത് നമ്മുടെ ആളുകൾ കണക്ക് കൂട്ടി കംപ്ലീറ്റ് സെർച്ച് ചെയ്തിട്ട് ഈ ഇസ്രായേലിൻ്റെയും പിന്നെ മറ്റേ രാജ്യത്തിൻ്റെയും റെപ്രസെൻറ്റേറ്റീവിനെ കംപ്ലീറ്റ് സെർച്ച് ചെയ്തിട്ട് ഓൾ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ, മൊബൈൽ എല്ലാം പിടിച്ച് വാങ്ങിച്ചവിടെ വെച്ചു. അപ്പോൾ ഇതിപ്പോൾ അസിം മുനീർ മൗലവി പറഞ്ഞത് ഒരിടത്തും കേട്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല ബിക്കോസ് ചെയ്യാൻ ആസാദ് മുനീറും റെക്കോർഡ് ചെയ്തതാണ്. പക്ഷെ മാധ്യമങ്ങൾക്ക് ഇത് കിട്ടിയില്ല. അപ്പോൾ മാധ്യമങ്ങളത് വിലക്കി. അപ്പോൾ അത് പാകിസ്ഥാൻ ISIയും USA-യും ഡീപ് സ്റ്റേറ്റും CIA-യും ഒക്കെ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിജിറ്റൽ വെർഷൻ ഇതുവരെ വെളിയിൽ വരാത്തത്. അപ്പോൾ അങ്ങനെ അകത്ത് കയറി, അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. ഇന്ത്യക്കാർ ഇത് എടുത്തിട്ട് ഇപ്പം നമുക്ക് പറയാനേ പറ്റുന്നുള്ളൂ. ഇയാളുടെ ഡിജിറ്റൽ വെർഷൻ നമ്മുടെ കയ്യിലില്ല, എവിഡൻസ് ഇല്ല. അപ്പോൾ അതെല്ലാം കണക്കാക്കിയാണ് അയാളത് ചെയ്തിരിക്കുന്നത്. അപ്പം USA-യുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ എൻഡോഴ്സ്മെൻ്റ് ഇല്ലാതെ ഈ അസിം മുനീർ ഇങ്ങനൊരു കാര്യം പറയില്ല. അത് ഒരു സത്യമായൊരു കാര്യമാണ്. അപ്പോൾ അതെന്താ USA നമുക്കെതിരായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ മെയിൻ ഡീപ് സ്റ്റേറ്റ് ആൻഡ് ട്രംപ്. ഈ ഡീപ് സ്റ്റേറ്റ് ട്രംപല്ല, ഇനി ട്രംപിൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ല, ട്രംപിൻ്റെ മോനല്ല, ഇനി ആര് വന്നാലും ഡീപ് സ്റ്റേറ്റ് ഓഫ് USA മിലിറ്ററിയും മറ്റ് അഡ്മിനിസ്ട്രേഷനും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇന്ത്യ ഒരു പ്രധാന പാർട്ട്ണറാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും കശ്യപ് ഉണ്ട് അവിടെ, തുളസി ഗബാർഡ് ഇൻ്റലിജൻസിൻ്റെ ചീഫ്, FBI-യുടെ ചീഫ് കശ്യപ്, പിന്നെ ഇങ്ങനെയുള്ള പല ഇന്ത്യക്കാരോട് സ്നേഹമുള്ള എല്ലാവരും ഈ ട്രംപ് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നു. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡീപ് സ്റ്റേറ്റ് USA-യുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പഴയ സ്വഭാവം തന്നെയാണ് അവർ കാണിക്കുന്നത്. അവർ പാകിസ്ഥാനെ മടിയിലിരുത്തി അവരൊക്കെയാണ് ഈ ചൈനയായിട്ടുള്ള ടാരിഫിന് ചെറിയ ഒരു ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അമേരിക്കയുടെ ചൈനയായിട്ടുള്ള ടാരിഫ് ഞാൻ ഇവർക്ക് ഈ ചൈനയും പാകിസ്ഥാനും അങ്ങ് ഈ അമേരിക്കക്കാരങ്ങ് വിലക്കെടുത്തിരിക്കുകയാണ്. അവിടെ കോൺഗ്രസ്മെനുണ്ട്, സെനറ്റർ മെമ്പറുണ്ട്, പാകിസ്ഥാൻ ലോബി, ചൈനീസ് ലോബി, ഇവരെല്ലാം
അമേരിക്കയിൽ ഭയങ്കര ഇതാണ്. അപ്പോൾ അവർക്ക് ഇത് മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്തോണ്ടിരുന്നതാണ് ഈ ചൈനയും പാകിസ്ഥാനും ഒക്കെ. അത് പെട്ടെന്ന് അത് പൈസയില്ലേ, ജാപ്പാനീസ് ഇസ്രയേലും അല്ലല്ലോ. ജാപ്പാനീസ് ഇസ്രയേലാണെങ്കിൽ അവർ രാജ്യത്തിനെതിരായിട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ അമേരിക്കയിലെ ഈ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നവന്മാർക്ക് ഇത് തുടർന്നും കിട്ടണം. അതാണ് അങ്ങനെയുള്ളൊരു ഡീപ്പ് സ്റ്റേറ്റിൽ കൂടുതലാണ്. അങ്ങനെയുള്ള ആ ഡീപ്പ് സ്റ്റേറ്റ് ഓക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇയാൾ പറഞ്ഞാണ്, അല്ല CIA തന്നെ പറഞ്ഞു കൊടുത്താണ്, അത് താൻ ഒരു അറേഞ്ച് ചെയ്യും, ഡിന്നർ അറേഞ്ച് ചെയ്യും മറ്റേ അസാദിനെ കൊണ്ട്, എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഇത് ചെയ്ത്. ഇതാ ഇപ്പം പറഞ്ഞ 10-ാം തീയതിയാണ് പറഞ്ഞത്. ഇന്ന് തീയതി എത്ര? എനിവേ 12-ഓ 13-ഓ ആയിരിക്കും. എനിവേ ഇത്രയും മണിക്കൂർ, ഇത്രയും 12 ഇത്രയും മണിക്കൂർ, അപ്പം 48 മണിക്കൂറായെന്ന് തോന്നുന്നു. ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് കമാന്നൊരു അക്ഷരം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റോ ട്രംപിൻ്റെ കൂടെ ഉള്ളവരോ പറഞ്ഞിട്ടില്ല ഇന്ത്യക്ക് അനുകൂലമായിട്ട്. അത് അങ്ങനെ ഇത് ആക്ച്വലി ചെയ്യേണ്ടത് ഇവൻ്റെ വിസ. ഈ ഞാൻ ഇവനെ ആർമി ചീഫ് എന്നൊന്നും ഞാൻ വിളിക്കില്ല. പിന്നെ സക്കീർ നായിക്കിനെ അറിയാമല്ലോ. സക്കീർ നായിക്കും ഒസാമ ബിൻ ലാദനും ഇയാളും തമ്മിലുള്ള വ്യത്യാസം, അവർക്ക് കണ്ണാടിയുണ്ട്, ഒസാമ ബിൻ കണ്ണാടിയില്ല, താടിയുണ്ട്, പിന്നെ മറ്റേ ഇതുമുണ്ട്, ആ ഫണ്ടമെൻ്റലിസ്റ്റ് ഡ്രസ്സും. ഇയാൾ അതെല്ലാമാണ്. സക്കീർ നായിക്കുമാണ്, ഇതുമാണ്, ഒസാമ ബിൻ ലാദനുമാണ്. പക്ഷെ ഇയാൾ യൂണിഫോം ഇട്ടിരിക്കുന്നു, പിന്നെ ഫീൽഡ് മാർഷലിൻ്റെ റാങ്കും ഇയാൾ വെച്ചിരിക്കുന്നു. അവരെക്കാളും അപകടകാരിയാണ് ഇയാൾ മാത്രമല്ല, ഇയാൾ ഇവിടെ ഇപ്പം ഈ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കില്ല, അതൊന്നും ഒരു മീഡിയയിലും വന്നിട്ടില്ല ഇതുവരെ. ഈ ഇന്ത്യ തകർക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ ഖുറാൻ്റെ, ഹോളി ഖുറാൻ്റെ ഒരു വേഴ്സ്, ഒരു ഖണ്ഡിക ഇയാൾ വായിച്ചിട്ട് ആണ് അദാനി പിന്നെ മുകേഷ് അംബാനിയുടെ പടം കാണിച്ചത്. അദ്ദേഹം പ്രോഫറ്റ് മുകളിൽ നിന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കല്ലെറിഞ്ഞ് ആനകൾ എന്ന ഫോഴ്സ് ഉണ്ട്, അവരെ കല്ലെറിഞ്ഞ് കൊന്നു, വെപ്പൺസ് അയച്ച് കൊന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ മുകേഷ് അംബാനിയുടെ പടം കാണി. ഇയാൾ അവിടെ പോലും കൊണ്ടുപോയി മതത്തെ ഇയാൾ മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ എവറി ബ്രീത്ത് ഇയാൾ ഈ ഫണ്ടമെൻ്റലിസം, ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം ബ്രീത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. യൂണിഫോം ഇട്ടുണ്ട്, ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ത്യക്കാർ നമ്മുടെ രാജ്യത്തോട് നമുക്ക് സ്നേഹമുള്ളതുകൊണ്ട് നമ്മൾ വി ആർ വെരി മച്ച് കൺസേൺ. നമ്മുടെ ഫാമിലി കൺസേൺഡ് ആകും പോലെയാണ് ഇയാളും ഈ പാകിസ്ഥാനും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. പാകിസ്ഥാൻ ഞാൻ ഒരിക്കലും പാകിസ്ഥാൻ എന്ന് പറയില്ല. പാകിസ്ഥാൻ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയോട് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര കൺസേൺഡ് ആൻഡ് വെരി മച്ച് വറീഡ്. നമുക്ക് കൺസേൺഡാണ്, നമുക്ക് ഭയങ്കര ടെൻഷനാണത് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ. അപ്പം ഞാൻ നമ്മുടെ അധികാരികളുടെ അടുത്ത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇവനെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നില്ല. നമ്മൾ ഭയങ്കര സ്നേഹമാണ് ബുദ്ധനും മറ്റേ അശോകനെ പോലെ. പിന്നെ ക്രൈസ്റ്റല്ലേ പറഞ്ഞ് ഈ ചെവി കാണിച്ച മറ്റേ ചെവി അല്ല മറ്റേ ചേട് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ പോകണം. നമ്മുടെ ഇപ്പോഴും സ്റ്റിൽ അതിലെനിക്കൊരു കുഞ്ഞു പ്രതിഷേധമുണ്ട്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും അല്ലെങ്കിൽ മോഡിജിയുടെ ഓഫീസൊക്കെ ഇങ്ങനെ പോകുന്നത്. വി ഷുഡ് ബി ലൈക്ക് ഇസ്രായേൽ. ഈ പാകിസ്ഥാനി മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ഒരു സംഗതിക്കും ചെയ്യരുത്. അവർ പാമ്പാണ്. നമ്മൾ എത്ര അവരെ സ്നേഹിച്ചാലും ഇയാൾ ഇത് പറയാൻ കാര്യം ഇന്ത്യ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടിയാണ്. ഇവരുടെ കംപ്ലീറ്റ് എയർ ഡിഫൻസ് മെക്കാനിസം കംപ്ലീറ്റ് നമ്മൾ ചില ഏരിയയിൽ മാത്രം പോയി അത്ര ചെയ്തിട്ട് അത് മറ്റേ ടെററിസ്റ്റുകളുടെ ക്യാമ്പ് തകർത്താണ്. പിന്നെ അപ്പുറത്ത് നൂർഖാൻ്റെ എയർബേസ് ഉണ്ട്. ഇങ്ങനെ 2-3 പറഞ്ഞാൽ ഇവന്മാരെ ടോട്ടലി പൾവറൈസനായിരുന്നു. ഇനി ഇതിനൊരു അവസരം ബുദ്ധിമുട്ടാണ്. അപ്പം അത് ചെയ്യണതിന് പകരം നമ്മൾ ചെറിയ എന്തൊക്കെ ചെയ്തില്ല എന്നല്ല, അവരെ നിലം പരിശാക്കി പൾവറൈസ് ചെയ്തില്ല. ഇവരെ പൾവറൈസ് ചെയ്യണമായിരുന്നു. എങ്കിൽ ഈ മുനീർ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ പൾവറൈസ് ചെയ്യാതെ നമ്മൾ ഇത് ചെയ്തപ്പം ഇവന് കൂടുതൽ ഈ ഗോട്ട് ഗട്ട്സി. ഇനിയും അങ്ങനെ തന്നെയാണ്. അയാൾ പലതും ചെയ്യും. അയാൾ വേണമെങ്കിൽ എവിടുന്നെങ്കിലും ഒരു അണുബോംബ് കടമെടുത്ത് നമ്മളെ ഇവിടെ കൊണ്ടിടുകയും ചെയ്യും. അതിനും അയാൾ മടിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഒഡേഷ്യസ് ഇനഫാണ്.
ഈ അമേരിക്കയുടെ ഒരു സാമീപ്യവും സപ്പോർട്ടും ഒക്കെ വരുമ്പം ഈ പാകിസ്ഥാനി മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കിളി പോകും. അവരിങ്ങനെയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ അത് ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്തില്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ നമുക്കിപ്പോൾ ഒരു സുവർണാവസരം എനിക്ക് പറയാം. ഞാൻ ഡീപ് സ്റ്റേറ്റും മോഡിജിയുടെ ഓഫീസിലുള്ള ആളൊന്നുമില്ലല്ലോ. ഇത് നമുക്ക് ബെസ്റ്റ് അവസരമാണ് പാകിസ്ഥാനത്താർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇവിടെ അണുബോംബ് ഇടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവനെ ഈ ദിസ് ഈസ് ഇനഫ് 25 പേരെ കൊല്ലണമെന്നില്ല. ഇയാൾ റിട്ടോറിക് റാൻറ്റ് ആണ് ചെയ്തത്. ഇയാൾ ഈസ് ദ ഹെഡ്, നോട്ട് ഷബാസ് അല്ല, ഈസ് ദ ഹെഡ്. ഇയാൾ പറഞ്ഞതിൻ്റെ ബലത്തിൽ പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിന് പാകിസ്ഥാന് പണി കൊടുക്കണം. സെക്കൻഡ് സിന്ദൂർ ഉണ്ടാവട്ടെ. മോഡിജി പറഞ്ഞത് കറക്റ്റാണ്, സിന്ദൂർ തീർന്നിട്ടില്ല, സെക്കൻഡ് സിന്ദൂർ ഉണ്ടാവട്ടെ. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ എന്തിനാണ് അമേരിക്ക ഇയാളെ കൊണ്ട് ഇത് പറയിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പ്രധാനം ഈ ട്രംപ് വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ പോകുന്നില്ല. ഇന്ത്യ വളരെ അമിക്കബിളാണ്, അമെൻഡബിൾ ആണ്, എഗ്രിയബിൾ ആണ്. പക്ഷേ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. വി ആർ നോട്ട് എ വാസൽ സ്റ്റേറ്റ്, വി ആർ യുവർ പാർട്ട്നേഴ്സ് എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പാകിസ്ഥാനെ പോലെ ഇന്ത്യയാണ്. പാകിസ്ഥാൻ വാസൽ സ്റ്റേറ്റ്, ഇസ്രായേൽ അങ്ങനെയല്ല, പാർട്ട്ണറാണ്. ഇസ്രായേൽ ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ട്രംപിനെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇന്ത്യ അങ്ങനെ അല്ല. അപ്പം ഈ ട്രംപിൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ടാരിഫിൻ്റെ പോട്ടെ അങ്ങനെ വേണമെങ്കിൽ ഇത്തിരി കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ അങ്ങേർക്ക് ലാസ്റ്റ് ചാൻസാണ്. ഒബാമയെക്കാളും മിടുക്കനാണ് ഞാൻ. ഒബാമയ്ക്ക് ഒരു കാര്യമില്ലാതെയാണ് നോബൽ സമ്മാനം കൊടുത്തത്. എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അത് ഞാൻ ട്രംപിനോട് യോജിക്കുന്നു. പക്ഷെ ട്രംപിൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഈ സിക്ക്, ഈ ഹാസ് സം കൈൻഡ് ഓഫ് എയിൽമെൻറ്റ്സ്. അതാണ് പുള്ളി ഇരിക്കുന്ന രീതി, പോസൊക്കെ, അത് പുള്ളിയുടെ എയിൽമെൻറ്റിൻ്റെ ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം അടുത്ത ടൈം കിട്ടില്ല. അപ്പം അതിന് മുന്നേ ഒബാമയെക്കാളും ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാനായിട്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയേ പറ്റൂ. ഈ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി പുള്ളി പറഞ്ഞത് ഞാൻ വാർ തീർക്കുന്ന ആളാണ്, ഞാൻ വാർ ഉണ്ടാക്കുന്ന ആളല്ല. പക്ഷെ ഇപ്പം ഇൻ എഫക്റ്റ് ഇയാൾ വാർ ഉണ്ടാക്കുന്ന ആളായി മാറിയിരിക്കുകയാണ് ട്രംപ്. മാത്രമല്ല ഈ ട്രംപിൻ്റെ ഉക്രൈൻ പുടിൻ പറഞ്ഞു പോയി ജോലി നോക്കാൻ പറഞ്ഞു. നടക്കില്ല, ഇയാൾ പറഞ്ഞ. അപ്പോൾ ആ വാർ ഇയാൾ തീർത്തു എന്ന് പറയാൻ പറ്റില്ല. അടുത്തത് ഇറാൻ ഇസ്രായേൽ. അത് അമേരിക്കയുടെ ഇതുകൊണ്ടൊന്നുമല്ല, ഇസ്രായേൽ വിചാരിച്ചാൽ മതി, ഇത്രയും മതി, അതുകൊണ്ട് അത് അങ്ങനെയാണ് തീർന്നത്. ആകെ ട്രംപിന് ഞാൻ ഇടപെട്ട ഒരു വാർ ഒഴിവാക്കിയെന്ന് പറഞ്ഞത് അത് വാറല്ല, അവർ തമ്മിൽ തർക്കം തീർന്നുള്ളൂ. പിന്നെ അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള ഒരു കരാർ കഴിഞ്ഞ ആഴ്ച ഒപ്പിട്ടതാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നൊരു അവസരത്തിൽ സംസാരിക്കാം. അത് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഒരു പെർമനൻറ്റ് ഇതൊന്നുമല്ല. എനിവേ ട്രംപിന് പറയാം, ഞാനാണ് അസർബൈജാനെയും അർമേനിയയും വിളിച്ച് സൈൻ ചെയ്യിച്ചെന്ന് പറയാൻ വേണമെങ്കിൽ. അത് മാത്രമേ ഉള്ളൂ പുള്ളിയുടെ കയ്യിൽ, വേറെ ഒന്നുമില്ല. ഇന്ത്യയാണ് ഇപ്പോൾ ഭയങ്കര ഒരു തലവേദനയായിട്ട് ട്രംപിന് വന്നിരിക്കുന്നത്. കാര്യം ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഇതൊരു നല്ലൊരു ഇതായിരുന്നു ഈ പാകിസ്ഥാന് മറ്റേ പിന്നെ. പക്ഷെ അങ്ങനെയൊക്കെ ഇന്ത്യക്ക് ഒരു നയതന്ത്ര ബന്ധത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു പെർമനന്റ് ഫ്രണ്ടോ എനിമിയോ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പാകിസ്ഥാനെ കയറി അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം, നസീമുനീർ പറഞ്ഞതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് ട്രാഷ് ചെയ്യാൻ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ട്, ആ പാകിസ്ഥാൻ ഒരുക്കുന്നു എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ഇന്ത്യ ഒരു രാഷ്ട്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞത് ചെറിയൊരു കാര്യമല്ലല്ലോ. താങ്കളുടെ അഭിപ്രായം, താങ്കളുടെ മറുപടി എന്ന് പറയുന്നത്? ഇയാള് പിന്നെ ഈ ബുദ്ധന്റെ ആ ജന്മത്തിൽപ്പെടുന്ന ഇൻകാർണേഷനിൽ പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പിന്നെ എന്തോ ചെയ്യണം ഇനി ഇന്ത്യ? നിങ്ങളെ അനുഭവപ്പെട്ട് താർക്കുമെന്ന് ഈ മുനീർ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഉണ്ടായിരിക്കണം. നമ്മളെവിടെ എന്താണ് ഇനി ചെയ്യാൻ? ഇപ്പം എന്താ കഴിഞ്ഞ ആഴ്ചയിൽ 10 ദിവസം ഇന്ത്യ ഒഫീഷ്യൽ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അത് നമ്മുടെ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഈ ഉണർന്ന് വരുമ്പോഴേക്കും മറ്റേ കുതിരയെ അഴിച്ചു വിട്ടിട്ട് പിന്നെ സ്റ്റേബിൾ പൂട്ടിട്ട് കാര്യമുണ്ടോ? ഏകദേശം അതുപോലെയാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പഴയ അഡ്മിനിസ്ട്രേഷനേക്കാളും ബെറ്ററാണ്. പക്ഷെ നോട്ട് അപ് ടു ദ മാർക്ക്. ഇസ്രായേലിനെ പോലെ അല്ല. ഇസ്രായേലിനെ പോലെ നമ്മൾ വർത്തിച്ചിരുന്നെങ്കിൽ ഈ മുനീറും
USA നമുക്ക് ഇസ്രയേലിനെക്കാളും കൂടുതൽ ലെവറേജ് ഉണ്ട് ചില കാര്യങ്ങളിൽ, USA പുറത്ത് ചില കാര്യങ്ങളിൽ. അപ്പോൾ അത് നടക്കുന്നില്ല, അവർക്ക് പേടിയില്ല. USA-ക്കും ഈ പാകിസ്ഥാനും മുനീറിനൊന്നും നമ്മളെ പേടിയില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പിന്നെ നോബൽ സമ്മാനം ഈ ഇന്ത്യ കാരണം, ഇന്ത്യ പറഞ്ഞ് നിങ്ങൾ ഇടപെട്ടിട്ടൊന്നുമില്ല, അത് മറ്റേ നിങ്ങൾ വിളിച്ചിരുന്നു, പക്ഷേ അത് പാകിസ്ഥാനുമായിട്ട് അവരുടെ DG വിളിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞ് അങ്ങനെ DG അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് നമ്മൾ ഓക്കെ. അവിടെ കുറച്ച് അമേരിക്കൻ പേഴ്സണലും ചൈനീസ് പേഴ്സണലും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം കണക്കാക്കി നമ്മൾ വാർ നിർത്തിയത്. പക്ഷെ അത് ട്രംപിന് അത് പോരാ. ട്രംപ് നമ്മൾ സ്ട്രൈറ്റ് അവേ നമ്മൾ പറഞ്ഞു നിങ്ങളല്ല ഇടപെട്ട്, ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ തീരുമാനിച്ചാണ്, ഇന്ത്യ തീരുമാനിച്ചാണ്. അത് ട്രംപിന് വലിയൊരു അടിയായി. അദ്ദേഹം 3-4 പ്രാവശ്യം പറഞ്ഞു ആ സ്റ്റേറ്റ്മെൻറ്റ്, 3-4 പ്രാവശ്യം ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ഞാനാണ് ഇടപെട്ട് വാർ തീർത്തെന്ന്. അപ്പോൾ ഇന്ത്യ അത് എഗ്രി ചെയ്യുന്നു. അത് നമുക്കെങ്ങനെ അറിയാം? ഇത്രയധികം അത് കാര്യം എന്ന് പറഞ്ഞാൽ അത് ഓരോ മനുഷ്യർക്ക് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. പിന്നെ അടുത്ത 5 തലമുറയ്ക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ട്. ഒരു മനുഷ്യന് പൈസയാണ് ഏറ്റവും ആവശ്യമുള്ളത് പലർക്കും. അതായി ഇനി റെക്കഗ്നിഷൻ വേണം. നോബൽ സമ്മാനം എന്ന് പറഞ്ഞാൽ കളിച്ച കളിയാണ്, വലിയ സംഭവമില്ലേ. ഈ നോബൽ ലോറേറ്റ് അദ്ദേഹം അന്തരിക്കുമ്പം ഇതെഴുതാമല്ലോ, മറ്റേ ഓബിച്ചറിയിൽ നോബൽ ലോറേറ്റ് ലോകത്ത് സമ്മാനം കൊണ്ട് അങ്ങനെയൊക്കെ. അത് ഇറ്റ്സ് എ ക്രെഡിറ്റബിൾ തിങ്. പക്ഷെ അത് നേരമണ്ണം നേടിയെടുക്കണം, അല്ലാതെ വിരട്ടി പിടിച്ചു പറിക്കുകയല്ല, കള്ളം പറഞ്ഞല്ല ഉണ്ടാക്കുന്നത്. അപ്പം നോബൽ സമ്മാനത്തിന് ഇന്ത്യ ഹാസ് കം അപ്പ് ആസ് എ ക്രോപ്പർ. എല്ലാ വഴിയും സാമഹേമം ദണ്ഡം എല്ലാം നോക്കി USA, ട്രംപ് നോക്കി, രക്ഷയില്ല, ഇന്ത്യ എഗ്രി ചെയ്യുന്നില്ല. പിന്നെ മാത്രമല്ല ഇങ്ങോട്ട് ടാരിഫായപ്പോൾ അങ്ങോട്ടും ചെറുതായിട്ട് നമ്മൾ തുടങ്ങി. അതായത് ഈ പബ്ലിക് എഗൻസ്റ്റ് ആവും ട്രംപിന്. അങ്ങനെയുള്ള പണികളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അത് ഉദ്ദേശിച്ചല്ല ചെയ്തത്. ഇപ്പം നമ്മൾ 6 പിന്നെ ബോയിങ്ങിൻ്റെ 6 എയർക്രാഫ്റ്റ്സ്, പാസഞ്ചർ അല്ല മിലിറ്ററി ആവശ്യത്തിനുള്ള 6 എയർക്രാഫ്റ്റ് ക്ലോസ് ടു $4 billion ഉള്ളത് ക്യാൻസൽ ചെയ്തു. മരവിപ്പിക്കല്ല, പോസ്റ്റ് എന്നും പറയുന്നു, ചിലർ പറയുന്നത് ക്യാൻസൽ ചെയ്യും. എനിവേ അത് വർക്ക് ചെയ്യില്ല. അപ്പം അത് പബ്ലിക് അമേരിക്കയ്ക്ക് കിട്ടുന്ന ഇൻകം, ട്രംപ് പറയണത് ഞാൻ അമേരിക്കയ്ക്ക് ഇൻകം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആ ടാരിഫ് കൊടുത്തു ഇവിടെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. ഇതല്ലേ $4 billion പോയി. അടുത്ത ഇറ്റ്സ് അനദർ 80 billion തട്ടിപ്പോവാനുള്ള ഇത് ഇസ് ഇൻ ദ അൻവിൽ. അതായത് 450 പാസഞ്ചർ ഡ്രീം ലൈനർ ബോയിങ്ങിൻ്റെ ഓർഡർ ഇന്ത്യ കൊടുത്തു, എയർ ഇന്ത്യയും എല്ലാവരും കൂടെ ചേർന്ന്. അത് ഇന്ത്യ ഇനി ചിലപ്പോൾ ഈ മുനീർ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടേ ചിലപ്പം നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സോയിലിൽ ഇരുന്നുകൊണ്ടാണ് ഈ മുനീർ ഇങ്ങനെ പറഞ്ഞത്. അത് ഒരിക്കലും നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല എന്ന്. അഥവാ അയാൾ വെള്ളം അടിച്ചിട്ട് പറഞ്ഞതാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഡ്രഗ് കുത്തിവെച്ചിട്ട് പറഞ്ഞാണെന്ന് വെച്ചോ, എങ്കിൽ അവൻ്റെ വിസ ക്യാൻസൽ ചെയ്യണം, മുനീറിൻ്റെ വിസ ക്യാൻസൽ ചെയ്യണം. പിന്നെ ഇനി തിരിച്ച് കയറ്റരുത് അയാളവിടെ. അത് ചെയ്തോ അമേരിക്ക? അല്ല, അമേരിക്കയിൽ ഹൈഡ്രജൻ ബോംബ് ഇടുമെന്ന് ചൈനീസ് ഷീ ജിൻപിങ് അല്ലെങ്കിൽ പുടിൻ ഇവിടെ വന്നിട്ട് പറയുന്നത്. പ്യൂട്ടിൻ നമ്മുടെ ഇവിടെ വന്നിട്ട് ട്രംപ് കൂടുതൽ കളിച്ച ന്യൂയോർക്കിൽ ഞങ്ങൾ ഹൈഡ്രജൻ ബോംബ് ഇടും എന്ന് റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് പുടിൻ പറഞ്ഞാൽ അതിൻ്റെ റെപ്പർക്കഷൻ എന്തായിരിക്കും, കോലാഹലം എന്തായിരിക്കും? അതൊരിക്കലും അയാൾക്ക് പ്യൂട്ടിന് അവിടെ ഇരുന്നുകൊണ്ട് പറയാം, ക്രെംലിനിൽ ഇരുന്നുകൊണ്ട് പറയാം, നോട്ട് ഇൻ ഇന്ത്യ. അങ്ങനെയുള്ള പറയാൻ പാടില്ല. അപ്പം ഇത് നമ്മളെ തീരെ പേടിയില്ലാത്തതുകൊണ്ടും നമ്മളെ പരമപുച്ഛമായതുകൊണ്ട് നമ്മളിവിടുത്തെ അഡ്മിനിസ്ട്രേഷനെയും നമ്മുടെ ഇവിടുത്തെ മിലിറ്ററിയെയൊക്കെ പരമപുച്ഛമായതുകൊണ്ട് ഈ വട്ടനെ ഈ വേറെ അസീം മുനീറിന് ഒഡാസിറ്റി ഉണ്ടാവുന്നത് അമേരിക്ക കൊടുക്കുന്ന പൂർണ്ണ പിന്തുണ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു അഡോസിറ്റി അവർക്കുണ്ടാവില്ല. ചൈന സമ്മതിക്കില്ലല്ലേ ഇത്രയും പോകൃത്തനം പറയാൻ. വേറൊരു കാര്യം എനിക്ക് എൻ്റെ അതോറിറ്റീസിൻ്റെ അടുത്ത് ഉത്തരവാദിത്വത്തോട് പറയേണ്ടത്, ഇവനെ ഫീൽഡ് മാർഷൽ എന്ന് വിളിക്കരുത്. ചുമ്മാ ഞാൻ തന്നെ എന്നെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് ചീഫ് കേരള പോലീസ് ചീഫ് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ സ്വയം ഡിക്ലെയർ ചെയ്ത് ഇതിലൊക്കെ കൊടുത്ത് ഞാൻ തന്നെ അങ്ങ് പമ്പപ്പ് ചെയ്ത് അവൻ തന്നെ പ്രൊമോട്ട് ചെയ്ത് അവൻ തന്നെ ഇതെല്ലാം തീരുമാനിക്കുകയാണ്. അപ്പോൾ അവനെ നമ്മുടെ ഇവിടുത്തെ വാർത്താ ഏജൻസികളും നമ്മളെ ഇവിടുത്തെ മീഡിയ എല്ലാം
TV എല്ലാം ഇവനെ ഫീൽഡ് മാർഷൽ എന്ന് വിളിക്കരുത്. ഇവൻ നേരത്തെ എന്തോന്നായിരുന്നു? ചീഫ് ഓഫ് ആർമി. അത് മാത്രമേ വിളിക്കൂ. അത് ആ ലെഫ്റ്റനന്റ് ജനറൽ അതിൻ്റെ ചീഫ് ഓഫ് ആർമി റാങ്ക് മാത്രമേ കൊടുക്കൂ. ഫീൽഡ് മാർഷൽ നമ്മൾ ഇത് നമ്മുടെ എല്ലാ ടീമിലും ഫീൽഡ് മാർഷൽ ഒന്നീ ഫീൽഡ് മാർഷൽ എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ പറയാതിരിക്കും. He is the fellow who wants to destroy our nation. അപ്പോൾ ഇയാൾ ചോദിച്ചല്ല, അയ്യോ അങ്ങനെ ഇന്ത്യ അങ്ങനെ കയറി അങ്ങ് ആക്രമിച്ച പിന്നെ ഇന്ത്യ എന്താ ചെയ്യണം? ഇനിയിപ്പോൾ പിന്നെ ഇവിടെ കൊണ്ടിനി നമ്മുടെ ബോംബെ എയർപോർട്ടോ ഡൽഹി എയർപോർട്ടിലോ ഒരു വലിയ ഒരു ചെറിയ ഒരു ഡർട്ടി ബോംബ് ഇട്ടാലേ നമ്മൾ അവരെ ആക്രമിക്കുള്ളൂ. അത് അങ്ങനെ നമ്മൾ വളർത്തിയാണെങ്കിൽ ഇവരിങ്ങനെ ആയത്. അപ്പം അമേരിക്ക പിന്നെ വളരെ വറീഡാണ്. പിന്നെ അമേരിക്കയുടെ ഒരുപാട് വറീസിൽ പിന്നുള്ളവരെന്ന് പറഞ്ഞാൽ F-35B എന്ന് പറയുന്നത് അവരുടെ ഒരു ഭയങ്കര ഒരു സാധനമാണ്. അപ്പോൾ ഇത് വല്ല രാജ്യങ്ങൾക്ക് കൊടുത്താൽ കൂടെ ഒരു ടീമും കൂടെ കയറിപ്പോവും അമേരിക്കക്കാർ. തായ്ലൻഡ്, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, UAE, സൗദി, ഇസ്രായേൽ, അവരെ സ്വന്തം ആളാണ് ഇസ്രായേൽ. അവരെല്ലാം ക്യാൻസൽ ചെയ്ത് F-35B. അതിൻ്റെ ആക്കം കൂട്ടിയത് ഇവിടെ പിടിച്ചിട്ടതാണ്. നമ്മളെ ഇവർ ജാം ചെയ്തതാണ്. അത് റിപ്പയർ ചെയ്യാനും പറ്റില്ല. അവസാനം നാണക്കേടായി ലോകം മുഴുക്ക റിപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് F-35B വേണ്ടെന്ന്. അത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളത് ഗോപ്യമായിട്ട് കൈകാര്യം ചെയ്തില്ല. നമ്മൾ ഭയങ്കര ഓപ്പസിറ്റി കൊടുത്തു. പിന്നെ എന്തിനത് അങ്ങനെ ലോക്ക് ചെയ്ത്? ഞങ്ങളുടെ സാധനമല്ലേ, അത് ചുമ്മാ അതുവഴി കറങ്ങി പോയതല്ലേ എന്നൊക്കെയാണ് അവരുടെ ചിന്ത. അപ്പം അത് ചെയ്തു. പിന്നെ ഈ നോബൽ സമ്മാനം ഒരു പ്രധാന പ്രൊവോക്കേഷനാണ് ഈ ട്രംപ് ഇങ്ങനെ ചെയ്യാൻ കാര്യം. പിന്നെ മാർക്കറ്റ് തുറന്നു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ തുറന്നു കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണല്ലോ ടെസ്ലയും വേറെ ബ്രാൻഡിയൊക്കെ വരുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റല്ലേ ഇന്ത്യ. അപ്പം ഈ ബ്രാൻഡി അമേരിക്കയിൽ വിൽക്കുന്നതിന് അമേരിക്കയിൽ 30 കോടി ജനങ്ങളല്ലേ ഉള്ളൂ. നമുക്ക് 30 കോടി, മിഡിൽ ക്ലാസ് തന്നെ 30-35 കോടിയാണ്. അതോ അതിൽ കൂടുതലാണ്. അപ്പോൾ ഹ്യൂജ് മാർക്കറ്റാണ് USA. നമ്മൾ തുറന്നു കൊടുക്കാനല്ല. പക്ഷെ നിങ്ങൾ പറയണ സാധനം അതിൽ അവിടെ കയറ്റാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഡയറിയുടെ കാര്യം പറഞ്ഞു. ആ ഡയറി ഇവിടെ കയറ്റാൻ പറ്റില്ല. മറ്റേ അതൊക്കെ പോയ്സണസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചില സംഗതികൾ വി ആർ പാർട്ട്നേഴ്സ്. ഇപ്പം ജപ്പാൻ്റെ പുറത്ത് അമേരിക്കയ്ക്ക്, ഇസ്രായേലിൻ്റെ പുറത്തും ജപ്പാൻ്റെ പുറത്തും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അമേരിക്ക. നമ്മൾ ഏകദേശം അതുപോലെയാണ്. നമ്മൾ അത്രയും ഡെവലപ്ഡ് അല്ല. പക്ഷേ ഈ പാശ്ചാത്യർക്ക് പൊതുവിൽ ഇന്ത്യ ഒരു അവരുടെ ഒരു കോളനി ആയിരുന്നു. അതിൻ്റെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒരു മനോഭാവം പലപ്പോഴും ഇല്ലേ? ഇപ്പോൾ പിഴച്ചുങ്കം ഏർപ്പെടുത്തുന്നു. അവരവരുടെ ആവശ്യത്തിനുള്ള വളങ്ങളും ഫെർട്ടിലൈസേഴ്സ്, ധാതുക്കൾ, അതുപോലെ വജ്രങ്ങളും എല്ലാം ആവശ്യത്തിൽ കൂടെ റഷ്യയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുകയും, എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓയിൽ മേടിക്കുന്നത് മാത്രമൊക്കെ പ്രശ്നമായി ചെയ്യുന്നത്. അപ്പോൾ ഒരു പാശ്ചാത്യർക്ക് ഇന്ത്യയോടുള്ളൊരു നമ്മളൊരു സെക്കൻഡറി ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ വെസ്റ്റേണേഴ്സിന് അത് അവരുടെ ഡീപ്പ് സ്റ്റേറ്റ്, എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, അവരുടെ ഡീപ്പ് സ്റ്റേറ്റിന് വെസ്റ്റേൺ കൺട്രീസിലുള്ള പ്രധാനം ലെഡ് ബൈ UK ആണ് ഇത് ഏറ്റവും കൂടുതൽ. അവർക്കും USA-ക്കും, USA-യുടെ ഡീപ്പ് സ്റ്റേറ്റ്, നോട്ട് ഓൾ ദ അമേരിക്കൻസ്, USA-യുടെ ഡീപ്പ് സ്റ്റേറ്റിനും ഇന്ത്യയുടെ കൂടെയും ചൈന നമുക്ക് എതിരാളിയാണെങ്കിൽ പോലും ഇന്ത്യയും ചൈനയും എന്ത് ചെയ്താലും അവരൊട്ടും ശരിയല്ല, നമ്മുടെ ലെവലിൽ വരില്ല, നമുക്കാണ് ഐക്യം കൂടുതൽ എന്നൊക്കെ പറയും. എന്തൊക്കെ പറഞ്ഞാലും ഈ വേൾഡിൻ്റെ ഹിസ്റ്ററി തന്നെ മാറിയത്, വേൾഡ് ഹിസ്റ്ററി തന്നെ മാറിയത് ചൈനയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഗൺ പൗഡർ കണ്ടുപിടിച്ച് ചൈനയാണ്. ഗൺ പൗഡർ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വേൾഡ് ഹിസ്റ്ററി എന്തായിരുന്നു? അപ്പോൾ ഇത്രയും മനുഷ്യരാശിയുടെ ഹിസ്റ്ററി മാറ്റാൻ കഴിവുള്ള ഒരു സാധനമാണ് ഗൺ പൗഡർ. അത് ഏകദേശം BC 2-ാം നൂറ്റാണ്ടിലോ മറ്റോ തുടങ്ങി കണ്ടുപിടിച്ച് 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് പിന്നെ 1000 ശിഷ്ടം ഇയർ AD 10th സെഞ്ച്വറി ആയപ്പോഴേക്കും ആ ഗൺ പൗഡർ ചൈനയിൽ നിന്ന് ട്രിക്കിൾ ഔട്ട് ചെയ്ത് എല്ലാവരും കൈവശപ്പെടുത്തി. പിന്നെ അതിനകത്ത് വലിയ ഇതായി. ഇപ്പം നെപ്പോളിയനിക് വാറായിരുന്നാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാറായിരുന്നാലും ഇതെല്ലാം കടപ്പെട്ടിരിക്കുന്ന ചൈനയിലൂടെയാണ്. അപ്പോൾ ഇവരുടെ പിന്നെ സീറോയുടെ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. സീറോ കണ്ടുപിടിച്ചാൽ നമ്മളാണ്. അപ്പോൾ അങ്ങനെ ഇനി പറയാൻ ഒന്നുമില്ല. നമ്മുടെ ഹിസ്റ്ററി മുഴുക്കെ റൈറ്റ് ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. അപ്പം നമ്മളെല്ലാം പ്ലേ ഡൗൺ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല അത് പറയാനായിട്ട്. നമുക്ക് നാഗാസ്ത്രം ഉണ്ടായിരുന്നു,
മറ്റേ അനുഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ബട്ട് വെർ ഈസ് എവിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിഡൻസ് ഇല്ല. അപ്പം അത് നമ്മളെ കൈയിരിപ്പുണ്ട്, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു ഇതുണ്ട്. അത് ഇന്ത്യയിലൂടെ ചൈനയിലൂടെ മാത്രമല്ല, അവർക്കൊരു കോംപ്ലക്സ് എപ്പോഴും അവരുടെ ഇടയിൽ തന്നെയുണ്ട്. നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഉദാഹരണം ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം 1000 വർഷം നടത്തിയാണ്. 1000 വർഷം, 1000 years. 1945 ആ വാർ തീർന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും. എന്താ ഫ്രഞ്ചുകാർക്ക് കുഴപ്പം? ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞാൽ അവൻ ശരിയല്ല, ഫ്രഞ്ചുകാരൻ ശരിയല്ല, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നെപ്പോളിയൻ എന്തിനാണ് തോപ്പിച്ചത്? നെപ്പോളിയൻ എല്ലാവരും കൂടെ ചേർന്ന് നെപ്പോളിയൻ ശരിയല്ല, അവൻ അങ്ങനെ ഷൈൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നെപ്പോളിയനെ ചതിച്ച് തോപ്പിച്ച്. അങ്ങനെയല്ല. ഇപ്പം ലേറ്റസ്റ്റ്, ഇപ്പം നമുക്ക് ടു കട്ട് ദ സ്റ്റോറി ഷോർട്ട്, ലേറ്റസ്റ്റ് ഓസ്ട്രേലിയ അമേരിക്കയുടെ ഒരു അടുത്ത ഫ്രണ്ടാണല്ലോ. UK ആയിട്ടും വലിയ കുഴപ്പമില്ല. UK പരമ പുച്ഛമാണ് ഓസ്ട്രേലിയൻസിന്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ വരെ ഇവർ സ്ലർ ഈ ബ്രിട്ടീഷുകാർ. കാരണം നീയൊക്കെ ഞങ്ങളെ ക്രിമിനൽസിൻ്റെ മക്കളാണ് എന്ന് ബ്രിട്ടീഷുകാർ പറയും. ഇവിടുന്ന് കുറേ ക്രിമിനൽസിനെ കയറ്റി വെച്ചല്ലോ. ഓസ്ട്രേലിയക്ക് സബ്മറൈൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഫ്രാൻസിന് ഓർഡർ കൊടുത്തു. 10-15 ചൈനയുടെ ത്രെട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ UK ഇരുന്നിങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ ശരിയാവും. പക്ഷെ അവർ മിണ്ടിയില്ല. ഫ്രാൻസ് കഷ്ടപ്പെട്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ, ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പൊക്കിക്കൊണ്ടുവന്നു. 15 ചെയ്തതാണ്. ബ്രിട്ടൻ ചെന്ന് അമേരിക്കയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത് ഒരു ദിവസം അമേരിക്ക ഇവരുടെ അടുത്ത് എന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് ഈ സബ്മറൈൻ അല്ല വേണ്ട, ഓസ്ട്രേലിയ എടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ന്യൂക്ലിയർ സബ്മറൈൻ തരാം, ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയ ക്യാൻസൽ ചെയ്തു, നിവൃത്തിയില്ലാതെ. അങ്ങനെ ഈ മക്രോണായിരുന്നു അന്ന്. മക്രോണും പിന്നെ ഈ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായെന്നേ ഉള്ളൂ. ഞങ്ങളെ ബാക്കിൽ നിന്ന് കുത്തി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അവസാനം അവിടെ ന്യൂക്ലിയർ സബ്മറൈൻ എൻ്റെ പരിപാടി നോക്കിയപ്പം ന്യൂക്ലിയർ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ന്യൂക്ലിയർ സബ്മറൈൻ മാനേജ് ചെയ്യാനുള്ള അല്ല, അത് ഞങ്ങൾ ഓടിക്കാമെന്ന് ബ്രിട്ടീഷുകാരും പറയുന്നത്. ഞങ്ങളെ ആളുകൾ അവിടെ വന്ന് ഓടിച്ചോണം. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇത് വേണം, ഫ്രഞ്ചുകാർ നന്നാവണം ഇഷ്ടമല്ല. ഞാൻ UK ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രൈവറ്റ് കോൺവെർസേഷൻ, ഞാൻ ഡിന്നറിന് പോയപ്പം 2 വയസ്സായ ആളുകൾ, സീനിയർ ഫെലോസ്, ഇങ്ങനെ സംസാരിക്കുന്നു ഭയങ്കരമായിട്ട്. ഞാൻ ഇങ്ങനെ ചെവി കൊടുത്തു, ഇവരെന്താ സംസാരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ. അയാൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയാണ്, അവിടെ ഏതോ ഒരു കോൺട്രാക്റ്റ് ഇംഗ്ലണ്ടിൽ പിന്നെ ഇതുണ്ടല്ലോ മറ്റേ പൈപ്പിടുന്ന കുടിവെള്ളം, അത് ഫ്രഞ്ച് കമ്പനിക്ക് കൊടുത്തു. അപ്പോൾ ഈ അപ്പൂപ്പൻ 85 വയസ്സ് 80 കാണും. അപ്പൂപ്പൻ മറ്റേ അപ്പൂപ്പൻ പറയാൻ, ഹൗ ഡെയർ ദിസ് French people coming to our area and takes the contract, French drinking water, we cannot. അപ്പോൾ ഫ്രഞ്ചുകാരോടുള്ള ഇവരുടെ യൂറോപ്പിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. കാത്തലിക്സ് ആണല്ലോ. എന്തിനു പിന്നെ ജർമ്മനി ഫ്രാൻസിനെ ആക്രമിച്ചത്? പിന്നെ റഷ്യക്കാരോടുണ്ട്, ഈ ഇന്ത്യക്കാരോടും ചൈനക്കാരോടുള്ള റഷ്യക്കാർ. എന്താണ് റഷ്യ ചെയ്ത കുറ്റം? ഇപ്പോൾ ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണല്ലോ, വാക്ക് പോരാണല്ലോ. എന്താണ് റഷ്യ അമേരിക്കയ്ക്ക് ചെയ്ത പണി? എന്ത് ദ്രോഹമാണ് ചെയ്തത്? അത് നമ്മുടെ വേൾഡിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ ഏഷ്യൻസ് ബ്രൗൺ സ്കിൻ മറ്റേ യെല്ലോ സ്കിൻ ആകുമ്പം അതിന് സ്വപ്പം കൂടും, അതിൻ്റെ ഗ്രാവിറ്റി കുറച്ച് കൂടും. അത് സത്യമായ കാര്യമാണ്. അപ്പം കമ്മിങ് ബാക്ക് ടു അവർ മുനീർ സബ്ജക്റ്റ്, മുനീറിനെ ഫീൽഡ് മാർഷലിൽ നിന്ന് വിളിക്കരുത്. നമ്മുടെ ഇവിടുത്തെ ഒരു TV വിളിക്കാൻ പാടില്ല. ചീഫ് ഓഫ് ആർമി അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ജനറൽ അങ്ങനെ. നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് നോട്ട് ഈക്വൽ ടു അവർ ഫീൽഡ് മാർഷൽ ഓർ അവർ ലെഫ്റ്റനന്റ് ജനറൽ. അല്ല, ഈവൻ ഇൻ ദ കോമ്പിറ്റൻസ് ഓൾസോ. ഇപ്പം അമേരിക്കയുടെ ജനറൽ പോലെയാണ് ഉഗാണ്ടയുടെ മിലിറ്ററി ജനറൽ. അയാളിങ്ങനെ ഇവരുടെ നെഞ്ചിൽ മുഴുക്ക മെഡലും ഒക്കെ വെച്ചിട്ട് ഐ ആം ആൾസോ ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞ് റഷ്യയുടെ ജനറലിൻ്റെ അടുത്ത് പോയി ഇടപെട്ടാൽ ശരിയാവും. ഒരു ഡിപ്ലോമാറ്റിക് ഒക്കെ ആണെങ്കിൽ ഓൾ റൈറ്റ്. ഇപ്പം മാലിക ഉണ്ടല്ലോ, പിന്നെ ഫീൽഡ് മാർഷൽ ഇല്ല, ചിലപ്പം ഫീൽഡ് മാർഷൽ വരും. ജനറലൊക്കെ ഉണ്ടല്ലോ, ഉടനെ നമ്മുടെ ജനറലിൽ പോയി പിന്നെ അയാളെ സല്യൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നടക്കുമോ? അപ്പം അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യണം ആദ്യമായിട്ട് തന്നെ. പിന്നെ നമ്മൾ ഇതൊരു നല്ലൊരു അവസരമാണ് ഇവർക്ക്. പാകിസ്ഥാൻ മിലിറ്ററിക്ക് ഇഫ് യു ഗിവ് ഹിം ആൻ ഇഞ്ച് ഹി വിൽ ടേക്ക് എ മൈൽ. അതാണിപ്പം കാണിച്ചത്, USA പോയിരുന്ന് കാണിച്ചത്. അപ്പം ഇപ്പം ഇതിങ്ങനെ പറഞ്ഞത് ബാക്ക് ചെയ്യുന്നുണ്ട്, കീ കൊടുത്തിട്ട് മുനീറിനെ കൊണ്ട് പറയിപ്പിച്ചാണ്. നമ്മൾ തീരെ മണ്ടരല്ല, പക്ഷെ അതെങ്കിലും. എന്നിട്ട് നമ്മുടെ ഈ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും യുവമാരെ തകർത്തു. എന്നിട്ട് അത് പറയാനായിട്ട് എത്ര മാസം എടുത്തു? പാവപ്പെട്ട എയർഫോഴ്സ് ചീഫ് എന്ന് പറഞ്ഞത് മെനഞ്ഞാന്നാണ്.
അതിൻ്റെ പ്രത്യാഘാതമാണിത്. 9-ാം തീയതി AP സിംഗ് സാറ് വന്ന് പറഞ്ഞ് നമ്മൾ ആറെണ്ണം അവാക്സ് അടക്കം 6 തട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറേ അവരുടെ ബേസൊക്കെ തകർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു അപ്പം ഇയാൾക്ക് ആവേശം കൂടി മുനീറിന്. അതിനു മുമ്പേ പിന്നെ ഞാൻ പറയും, എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ പറയാം, ഈ AP സിംഗ് സാറ് ചുമ്മാതല്ല 9-ാം തീയതി എന്ന് പറഞ്ഞു. ഇവന്മാർ എന്തൊന്നും പരിപാടി ഇട്ടിട്ട് പിന്നെ ഇയാളില്ലേ ഇപ്പം ഈ റിട്ടയർ ചെയ്ത 10-ാം തീയതി റിട്ടയർ ചെയ്ത മറ്റേ കൊറില്ല, മൈക്കൽ കൊറില്ലെ നമ്മളിവിടുത്തെ പത്രങ്ങളിലൊന്നും അത് കണ്ടില്ല, ആരും അറിഞ്ഞില്ല. മൈക്കൽ കൊറില്ലെ ജൂലൈ 25-ാം തീയതി ക്ഷണിച്ച് പാകിസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് ഷബാസിനെ കൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ഭാരതരത്ന, പാകിസ്ഥാൻ്റെ ഭാരതരത്ന ഇയാൾക്ക് കൊടുത്തു. ഇയാൾ റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ കോൺസ്പിറസി സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ആളുകൾക്ക് മനസ്സിലായി ഇവന്മാരെന്തോന്നോ പണി വയ്ക്കണമെന്ന്. അപ്പോൾ ഇയാൾ 10-ാം തീയതി എന്തെങ്കിലും അനാവശ്യം പറയുമെന്ന് കണ്ടിട്ട് നമ്മളെ AP സിംഗ് സാർ വന്ന് ഉള്ള കാര്യം പറഞ്ഞു. അതും കൂടെ ആയപ്പം അവന്മാർക്ക് വാശിയായി. പിന്നെ അമേരിക്കയ്ക്ക് നമ്മളോട് അവരിങ്ങനെ മുറമുറുത്തോണ്ടിരിക്കുകയാണല്ലോ ട്രംപ്. അപ്പോൾ ഇതെല്ലാം കൂടെ കപ്പിൾഡ് വിത്ത് ഓൾ ദീസ് തിങ്സ് ദിസ് ഹാപ്പൻ. പക്ഷേ ഇത് ഇന്ത്യയെ ആരും ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്ത് ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനോ ചൈനയ്ക്കെതിരായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് ഇന്ത്യയുടെ മൊത്തം ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 രാജ്യങ്ങൾ തമ്മിൽ റഷ്യയും US-ഉം പിന്നെ ഇറാനും ഇസ്രായേലും മാത്രമേ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇയാൾ പറഞ്ഞതിൽ വേറൊരു കാര്യം കൂടെ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഇയാൾ ചോദിച്ചു ഈ വെസ്റ്റെല്ലാം കൂടെ നമുക്ക് വെസ്റ്റ് ദേ ആർ നോട്ട് ഓക്കെ വിത്ത് അസ്. അവർക്ക് ഭയങ്കര ജലസാണ് നമ്മളോട്. പിന്നെ അവർക്കും ജീവിക്കേണ്ടേ, അവിടെ സാധനമൊന്നും പ്രൊഡ്യൂസ് ചെയ്യണില്ല. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയാലേ ഹാൻഡ് വാഷ് വരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി, അതുകൊണ്ട് അവർ സോപ്പിട്ട് നിൽക്കണം. നമ്മൾ നന്നാവണം അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഈ വെസ്റ്റ് വേറൊരു കാര്യം കൂടെ ഐ മിസ് ദാറ്റ് പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇത് മിണ്ടാതിരിക്കരുത്. നമ്മൾ പിന്നെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് ഡിലേ ആയി. ഇപ്പോൾ AP സിംഗ് സാർ ഒരു നിവൃത്തിയില്ലാതെ വന്ന് ഈ ഓഗസ്റ്റിലാണ് പറഞ്ഞത്. മെയ്യിൽ നടന്ന സംഭവം ഓഗസ്റ്റിലാണ്. ഇതൊക്കെ നേരത്തെ പറയണമായിരുന്നു. നമ്മൾ ആരെ പേടിക്കുന്നത്? അയ്യോ പാകിസ്ഥാൻ പാവം, നമ്മുടെ ലിറ്റിൽ ബ്രദർ. പാകിസ്ഥാനായിരിക്കാം നമ്മുടെ ലിറ്റിൽ ബ്രദർ ആയിരിക്കും, പക്ഷെ അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ല. അവർ നമ്മളെ നശിപ്പിക്കാൻ ആയിട്ട് അവരിയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു മിസ് ചെയ്ത പോയിന്റ്. കഴിഞ്ഞ 10 ദിവസമായിട്ട് എന്താണ് നടക്കുന്നത് കാശ്മീരിൽ? ഇവന്മാരവിടെ 25 തുരങ്കങ്ങളോ മറ്റേ ഇസ്രായേലിലുണ്ട് ഹമാസ് ഉണ്ടാക്കി ഓരോ തുരങ്കങ്ങളുണ്ടാക്കി ഇങ്ങനെ പമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് 3 വെടിവെച്ച് കൊന്നു. ബാക്കി ടണലിനകത്ത് പിന്നെ ഇതിട്ടു, റോക്കറ്റൊക്കെ ഇട്ട് ടണൽ തകർത്തു. അപ്പോൾ ഇവർ പഴയ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ദേ ആർ ഇൻകൊറിജിബിൾ. എനിക്ക് മലയാളത്തിൽ അങ്ങനെ പറയണമെന്ന്, ഇൻകൊറിജിബിൾ. ദേ വിൽ നെവർ, ദേ കനോട്ട് ബി കറക്റ്റഡ്. അവരിങ്ങനെ തന്നെ. ഇവർക്ക് നല്ല ഒരു അടി നമ്മൾ കൊടുത്തേ പറ്റി. ഇവ ഒരു ന്യൂക്ലിയർ ബോംബ് ഇടില്ല. ഇത് ന്യൂക്ലിയർ ബോംബ് അസംബിൾ ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം. അമേരിക്ക കൂടെ വിചാരിച്ചാൽ അങ്ങനെയാണെങ്കിൽ അമേരിക്കയായിട്ട് നമ്മൾ ആക്ച്വലി അമേരിക്ക, ചൈന, ടർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ 5 പേരോട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തത്. അവർ പരസ്യമായിട്ട് അമേരിക്ക സമ്മതിച്ചില്ലെങ്കിൽ. അപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അവരുമായിട്ട് ചെയ്തല്ലേ പറ്റും. ഇങ്ങനെ അസിം മുനീർ ഇപ്പം ഏതോ ഒരു കഥയിൽ പറയില്ലേ, തോളിലിരുന്നിട്ട് പിന്നെ ഞാൻ ഇപ്പം വേറെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരാളുടെ മനുവിജയെ ത്രട്ടൺ ചെയ്യുന്നില്ല, അതേപോലത്തെ പരിപാടിയാണിത്. US ഓയിൽ ഇപ്പോൾ ഇരുന്നിട്ട് ഇന്ത്യക്കാരെ ത്രട്ടൺ ചെയ്യാൻ. പിന്നെ എടുത്തോണ്ട് പോകും, പകുതി എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞത് അത് വേറൊരു ഇതുണ്ട്. അയാൾ പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇതാണ്, അല്ലാതെ ഈ വേൾഡിൻ്റെ പകുതി എടുക്കുന്നില്ല. ഹീ വോണ്ട്സ് ടു കൺവേർട്ട് ദിസ് ഇൻഡസ് ട്രീറ്റി ഇഷ്യൂ ആസ് എ ഗ്ലോബൽ ഇഷ്യൂ. കാശ്മീർ വിഷയം പോലെ കാശ്മീർ നമ്മൾ നന്നായിട്ട് എഫക്റ്റീവായിട്ട് തമ്മിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഗ്ലോബൽ ഇഷ്യൂ അല്ലാന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മളോട് ദേഷ്യം വരുമ്പോൾ വെസ്റ്റ് അത് കുത്തിപ്പോകും. കാശ്മീർ വിഷയം വേറെ വിഷയമില്ല. അടുത്ത വിഷയം അവർ കൊണ്ടുവരാനായിട്ട് ട്രംപ് അതെനിക്കൊണ്ട് CIA ആയിരിക്കും പ്ലാൻ ചെയ്തത്. ഈ ഇൻഡസ് ട്രീറ്റി ഗ്ലോബൽ ഇഷ്യൂ ആക്കുമെന്നാണ് അയാൾ പറഞ്ഞ ഇൻസിനുവേഷൻ. അതാണ് ഫാക്റ്റ്. അപ്പം ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇയാൾ ഈ മുനീറിനെ റെഡിയാക്കി ഒന്നേ അജ്ഞാതൻ, അല്ലെങ്കിൽ അമേരിക്ക തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നവംബർ 26-ാം തീയതിയുള്ള ഇലക്ഷന് ഈ മുനീറിൻ്റെ ഫെയ്റ്റ് നമുക്കറിയാം. അതായത് ട്രംപ് വീക്കാവുകയാണെങ്കിൽ, ഈ 26-ാം തീയതി കഴിയുമ്പോൾ ട്രംപ് പവർഫുൾ ആവും, വീക്കാവും എന്നറിയാം. വീക്കാവുകയാണെങ്കിൽ ഇയാളെ തട്ടിയേ പറ്റൂ.
നമ്മൾ പറയും ഓക്കെ നിങ്ങളെ പാൽ പ്രോഡക്റ്റ് എല്ലാം ഉണ്ട്, പക്ഷേ പാകിസ്ഥാൻ മിലിറ്ററി എല്ലാം തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ ഇമ്രാൻഖാനെ ഹെഡാക്ക് എന്ന് നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും. ട്രംപ് എപ്പോൾ കേട്ടെന്ന് നോക്കിയാൽ മതി, കാരണം ഞാൻ പെർമനൻ്റ് ആയിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഡീപ് സ്റ്റേറ്റ് വളരെയധികം ആലോചിച്ച് ഒരുപാട് ഹോംവർക്ക് ചെയ്ത് പഴയ പോലെ ബുദ്ധൻ്റെ ഇത് സ്നേഹമൊന്നും കാണിക്കാതെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ എയർപോർട്ടിലോ നമ്മുടെ വിഴിഞ്ഞ ഹാർബറിലോ എവിടെ വേണോ ഇവന്മാർ എന്ത് പോക്കൃത്തിനും ഇവന്മാർ ചെയ്യും. നമ്മൾ പോക്കൃത്തിന് നടന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ശക്തിയുക്തം ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം ഇത് പറഞ്ഞല്ലോ, ഇന്ത്യയെ ത്രട്ടൺ ചെയ്ത് ഒരു മറ്റേ മുല്ലാക്ക ഇസ്രായേലിനെ ത്രട്ടൺ ചെയ്യുന്നതിനേക്കാളും ഭയങ്കരമാണ് നമ്മളിപ്പോൾ ഇയാൾ ചെയ്തത്. ഈസ് എ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, നോട്ട് ഷബാസ്, ഇവനാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഇസ്രായേൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ അപലപിക്കുന്നു, ഇന്ത്യയുടെ കൂടെ ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നു. ഇസ്രായേൽ ലോകത്തിൽ റഷ്യ പോലും വേണ്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡിൽ. കാരണം ഇന്ത്യ ഒന്നും ചെയ്യില്ല. ഞാൻ പണ്ടൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇന്ത്യയെ പറ്റി 2014 വരെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 14 ശേഷം വ്യത്യാസം വന്നു. 2014 വരെ ഇന്ത്യയെ എല്ലാവരും ഓമിക്കുന്ന ഇന്ത്യ ഈസ് ലൈക്ക് എ വൂണ്ടഡ് ജക്കാൾ. ഈ പട്ടി ഇങ്ങനെ പല്ലളിച്ചാണ് ഇന്നാൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല്ലളിച്ച് കാണിക്കുകയും ഇങ്ങനെ മുറുകയും ചെയ്യണമല്ലാതെ ഈ ജക്കാൾ, വൂണ്ടഡ് ജക്കാൾ അങ്ങോട്ട് പോയി കടിക്കില്ല. അതിപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പോരാ, നമ്മളൊരു ടൈഗറായി തന്നെ നിൽക്കണം. എന്നാലേ ഈ മുനീറിനും ഇവനും ഒക്കെ നമുക്ക് പേടി വരുള്ളൂ. ഈവൻ USA ആരായിരുന്നാലും ഇന്ത്യ ഈസ് എ ഡേഞ്ചറസ്. നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം തന്നെ, ഇത് ട്രംപ് പറയണ ഒന്നും കേൾക്കുന്നില്ലല്ലോ. പഴയ പ്രസിഡന്റിനെ സംസാരിക്കില്ലായിരുന്നു 3 മാസമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പം നമ്മുടെ രാജ്യ സുരക്ഷയ്ക്കും നമ്മുടെ ഇതിനുമൊക്കെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയാൽ പറ്റും. ഇത് പോരാ, നമ്മൾ ഭയങ്കര തത്വം പ്രസംഗിക്കുന്നു. ഒരു തത്വം എൻ്റെ അടുത്ത് അണലിയാണ്, വൈപ്പർ ആണ് പാകിസ്ഥാൻ്റെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ഇതിന് ഒരു പ്രോപ്പർ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. നിതിൻ ഗഡ്കരിയും പിന്നെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പോരാ. വേറെ ആരെങ്കിലും കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കനിമൊഴി മാഡത്തിനെ കൊണ്ടോ അതുപോലെയുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ട് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്, BJP ലീഡേഴ്സിന് ആരെങ്കിലും കൊണ്ട് ഒരു നല്ലൊരു ടിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ഇന്ന് തീയതി 12, 48 മണിക്കൂറായിട്ട് വന്നിട്ടില്ല. പോരാ, ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തൊട്ടുള്ള അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വേണ്ട. നല്ല സ്ട്രോങ് മെസ്സേജ് കൊടുക്കണം. ഉടനടി ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഫീൽഡ് മാർഷലിനെ എടുത്ത് കളയണം. ഫീൽഡ് മാർഷലിനെ എടുത്ത് കളഞ്ഞിട്ട് ലെഫ്റ്റനൻ്റ് ജനറലെന്നോ അല്ലെങ്കിൽ അയാളുടെ പഴയ റാങ്കോ അല്ലെങ്കിൽ അയാളെ മൗലവിന്ന് എന്തെങ്കിലും വിളിക്കുക. മനുജ, ഞാൻ മിസ്സായി നേരത്തെ സംസാരിച്ച് പല പോയിന്റിലോട്ടൊക്കെ പോയി. ഈ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ അസിഫ് മുനീർ. ഇയാൾ ആരാണെന്നുള്ള, ഇയാൾ അണലിയല്ല, ഇയാൾ വല്ല ഓസ്ട്രേലിയയിലുള്ള തൈപ്പാൻ എന്ന് പറഞ്ഞ ലോകത്തിലെ മോസ്റ്റ് പോയിസണസ് സ്നേക്ക് ഉണ്ട്, അതുപോലുള്ള എന്തോ ഒരു സാധനമാണ് ഇയാൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജനറൽ നമ്മുടെ ലോക ചരിത്രത്തിൽ ഒരിടത്തും വന്നിട്ടില്ല. ഇയാൾ 2023 തോന്നുന്നു പാകിസ്ഥാനിലെ ലാഹോറിലെ ജിന്ന ഹൗസിൽ താമസിച്ചിരുന്ന പാകിസ്ഥാൻ്റെ ഒരു കോർ കമാൻഡർ ഉണ്ടായിരുന്നു, ടോപ്പ് ജനറൽ. ആ കോർ കമാൻഡറിൻ്റെ വീട് ആക്രമിച്ചു ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാരെല്ലാം കൂടെ. വീട് ആക്രമിച്ച് വാൻഡലൈസ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ മുനീർ യോഗം വിളിച്ചു മിലിറ്ററി ജനറൽസിൻ്റെ. ജസ്റ്റ് ഇമാജിൻ, അവരുടെ സ്വന്തം പട്ടാളം ടോപ്പ് മിലിറ്ററി ജനറൽസാണ്, ലെഫ്റ്റനൻറ്റ് ജനറൽ തൊട്ട് മുകളിലോട്ടുള്ള ഇയാളുടെ റാങ്കിലുള്ളവരും ഉണ്ട്. അവർ ജൂനിയറെ മറ്റായിരിക്കും. അവരെ എല്ലാം വിളിച്ച് വരുത്തിയിട്ട് ഇയാൾ പറഞ്ഞതാണ്, മര്യാദക്കൊക്കെ നടന്നില്ലെങ്കിൽ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ നിൻ്റെയൊക്കെ വീട്ടിൽ നിൻ്റെയൊക്കെ ഭാര്യമാരെയും പെൺപിള്ളേരെയും ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഏത് കൂടെയുള്ള ലെഫ്റ്റനൻറ്റ് ജനറൽമാരും കൂടെയുള്ള മിലിറ്ററി ജനറൽസിനെ അങ്ങനെ ഒരു സംഭവം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? പൊളിറ്റിക്കൽ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ ഒക്കെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം പട്ടാള മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ഫാമിലിയെ, അതെന്താണ് പറയണത്, ഫാമിലിയെ ഇൻറ്റിമിഡേറ്റ് ചെയ്തു ഇയാൾ മുനീർ. അത്ര വൃത്തികെട്ട സ്കമ്മെന്നോ
അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വേറൊരു വേർഡുണ്ട് KUDG, ഖഡ്ജ്. ഖഡ്ജ് എന്നുള്ളത് ഫ്രീ ഡിക്ഷണറി പോയി നോക്കിയാൽ, ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഞാൻ ശരിയാവില്ല. ഇയാളെ അതിനോട് ഞാൻ ഉപമിക്കുന്നു. അത്ര വൃത്തികെട്ട ഒരുത്തനാണ്. ഞാൻ സ്വന്തം ജനതയോടും സ്വന്തം കൂടെയുള്ള മിലിറ്ററി ഓഫീസേഴ്സിനെയും എല്ലാ മര്യാദയുടെ സീമ ലംഘിച്ച് നിങ്ങളുടെ ഫാമിലിയെ ശരിയായി കൊന്നുകളയെന്നല്ല പറഞ്ഞത്, അല്ലാതെ ഡീൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. അത്ര വൃത്തികെട്ടവനാണ് ഇയാൾ. അപ്പോൾ ഇയാളെ അടുത്തൊന്നും നമ്മളെ ഇന്ത്യ എന്ന് ഒരു ചർച്ചയ്ക്കും പോകരുത്. ഇയാളെ മാറ്റിയ ശേഷം മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഷബാസിൻ്റെ അടുത്തോ ഇമ്രാൻഖാൻ്റെ അടുത്തോ ചർച്ച. ഇവൻ വരെ ചെയ്യരുത്, ഇവനുമായിട്ട് ഒരു പരിപാടിക്കും നമ്മൾ പോരുത്. ഇവൻ അത്ര, ഞാൻ ഈ പറഞ്ഞ പോലെ ഖഡ്ജെന്നോ സ്കമ്മെന്നോ അത്ര തെമ്മാടിയാണ് ഇയാൾ. ഓക്കെ, എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ പ്രതികരിക്കേണ്ടതുണ്ട്. അത് ഒരുപാട് താമസിച്ചു പോയെന്നാണ് സർ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്നും ഒരു തീരാ തലവേദനയാണ്. അത് അങ്ങനെ തലവേദനയാക്കിയതും നമ്മളാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് സമാധാനം ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഒരുപാട് നന്ദി സർ. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.